ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബോൺസായി ഡ്രീംസ്. ഇന്ന് നമുക്ക് ബേസിക്കായിട്ടുള്ള ബോൺസായി സ്റ്റൈൽസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ഒരു ഫോമൽ അപ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ചെടി എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് അപ്വേർഡ്സ് പോകും. ഒരു ഷാലോ പോട്ട് നമുക്ക് വരയ്ക്കാം. അതിൽ നിന്ന് ഒരു പ്ലാന്റ്, നമ്മുടെ പ്ലാന്റ് ഇതിൻ്റെ മെയിൻ ട്രങ്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ബ്രാഞ്ച് ഫോർമേഷൻസ് ഉണ്ടാവും. ഓരോ ബ്രാഞ്ചും പോകുമ്പോൾ ഒരു ബ്രാഞ്ച് ഇവിടെയാണെങ്കിൽ ഇത് ഒരിപ്പം 1/3 ഹൈറ്റിൽ നിന്നാണ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ബ്രാഞ്ച് തമ്മിൽ ഒരു ഡിസ്റ്റൻസും കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ മുകളിലേക്ക് ചെല്ലുന്നതോട് ബ്രാഞ്ചസ് ചെറുതാക്കി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ഫോമൽ അപ്രൈറ്റിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫോമൽ അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പ്ലാന്റിൻ്റെ ഷേപ്പ്. നമ്മൾ ഈ ഷേപ്പിലേക്ക് പ്ലാന്റിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ നോർമലി പറയുന്നത് പോലെ തന്നെ ആ ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഷേപ്പിലാണ് നമ്മുടെ പ്ലാന്റ് ഉണ്ടാവേണ്ടത്. നമ്മൾ പ്രൂൺ ചെയ്ത് ഈ ഷേപ്പിലേക്കാണ് പ്ലാന്റിനെ കൊണ്ടുവരേണ്ടത്. ഇനി നമുക്ക് ഇൻഫോർമൽ അപ്രൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് എങ്ങനെയാണ് ഇൻഫോർമൽ അപ്രൈറ്റ് ആയിട്ട് ഒരു ബോൺസായി എങ്ങനെ വളർത്താൻ നോക്കാം. ഇൻഫോർമൽ അപ്രൈറ്റ്, അതിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് വരച്ച് നോക്കാം. എപ്പോഴും ആ പ്ലാന്റ് കുറച്ച് ഇൻഫോർമൽ ഷേപ്പിലായിരിക്കും. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് അപ്പായിരിക്കില്ല പോകുന്നത്, കുറച്ച് ഒന്ന് ചരിഞ്ഞിട്ടോ മറ്റൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ ഒരു ഷേപ്പ് വേണമെന്നില്ല. ഏതൊരു ഷേപ്പിൽ ചരിഞ്ഞിട്ടും വളഞ്ഞിട്ടുമാണ് പോകണമെങ്കിൽ പോലും നമ്മളതിനെ ഇൻഫോർമൽ അപ്രൈറ്റ് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ട്രങ്ക് ബേസ് നിൽക്കുന്നതിന് അതേ ലൈനിലായി തന്നെ ആയിരിക്കും ഇതിൻ്റെ ടോപ്പ് വരിക. അപ്പം ആ രീതിയിൽ വരുന്ന പ്ലാന്റിനെ നമ്മൾ ഇൻഫോർമൽ അപ്രൈറ്റ് എന്ന് പറയും. അപ്പം അതിൻ്റെ ബ്രാഞ്ച് ഫോർമേഷൻ നോക്കാം. ഇങ്ങനെ ഓരോ കർവിലും ആയിരിക്കണം ബ്രാഞ്ചസ് നമ്മൾ ഫോം ചെയ്തെടുക്കാൻ വേണ്ടി. ഓരോ കർവിൻ്റെ അടുത്തും ഇതേപോലെ ബ്രാഞ്ച് ഫോർമേഷൻ ഉണ്ടാവുക. അപ്പം എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നത് ആണ് കറക്റ്റ്. നമുക്ക് ഈ കർവിന്, അതായത് പുറത്തേക്ക് വരുന്ന കർവിൻ്റെ അടുത്തുനിന്ന് ബ്രാഞ്ചസ്, ഈ അകത്തുള്ള കേവ്സ് ഉണ്ടല്ലോ, ആ കേവ്സിൻ്റെ ഭാഗത്ത് ബ്രാഞ്ചസ് വരുന്നത് ശരിയല്ല. അപ്പോൾ ആ രീതിയിലുള്ള ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അല്ലാത്ത ബ്രാഞ്ചസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് ഒരു ഇൻഫോർമൽ അപ്രൈറ്റിൻ്റെ ഷേപ്പ്. അപ്പം നമ്മൾ ഒരു പക്ഷേ ഈ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഈ പ്ലാന്റിൻ്റെ നമ്മൾ ആദ്യം ഈ ഒരു ഡിസൈനിലേക്കാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്, അല്ലെങ്കിൽ ആ ഓൾറെഡി ഉള്ള പ്ലാന്റ് ഓൾമോസ്റ്റ് ഒരു ഇൻഫോർമൽ രീതിയിലാണ് വളരുന്നതെങ്കിൽ നമുക്ക് ആ പ്ലാന്റിനെ ചൂസ് ചെയ്ത് ഇങ്ങനെ വളർത്താം. നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പം നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പ്ലാന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലാന്റ് ചെയ്യാതെ ഒരു ആംഗിളിൽ ഇങ്ങനെ ചരിച്ച് പ്ലാന്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കിത് ഈ താഴെ നിന്നുള്ള ഈ കർവ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് പിന്നെ ബെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ബെൻഡ് അത്ര എസ്തെറ്റിക്കലി നന്നായിരിക്കില്ല. അതുകൊണ്ട് ബെറ്റർ എപ്പോഴും നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ചിട്ട് പ്ലാന്റ് ചെയ്ത് ആ കേവ്സ് ഉണ്ടാക്കിയെടുക്കുക. അതായത് വയറിങ് ചെയ്ത് ആ കേവ്സ് ഉണ്ടാക്കിയെടുക്കുക. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് സെമി കാസ്കേഡും കാസ്കേഡും, അങ്ങനെ 2 സ്റ്റൈലാണ്. അതായത് ആദ്യം നമുക്ക് സെമി കാസ്കേഡ് നോക്കാം. അത് നോക്കിക്കോളൂ. നമ്മളുടെ പോട്ട് എപ്പോഴും കുറച്ച് ഹൈറ്റുള്ള പോട്ട്സ് ആയിരിക്കും നമ്മളിങ്ങനെ സെമി കാസ്കേഡ് പ്ലാന്റിന് ചൂസ് ചെയ്യുക. ഈ പോട്ടിന് അത്യാവശ്യം ഉയരമുള്ള ഒരു പോട്ടായിരിക്കും. ആ പോട്ടിൽ നമ്മുടെ പ്ലാന്റ് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കോളൂ. നമ്മുടെ പ്ലാന്റ് നമ്മൾ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഉയർന്നിട്ട് ഒന്ന് സ്ലാൻഡ് ചെയ്ത് ഒരു ആംഗിളിൽ താഴേക്ക് വളരും.
ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെമി കാസ്കേഡ് പ്ലാന്റ്സ് ഒരിക്കലും ഈ പോട്ടിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, പോട്ടിൻ്റെ ബോട്ടം, അതിന് താഴേക്ക് അതിന് ഗ്രോത്ത് ഉണ്ടാവില്ല. ആ ഒരു ലൈനിൽ താഴേക്ക് അത് ഗ്രോ ചെയ്യുന്നുണ്ടാവില്ല. നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്ത് കാണിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാഞ്ചസ് കൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇതിൽ ഇങ്ങനത്തെ പ്ലാന്റ്സ്, ചില പ്ലാന്റ്സ്, എല്ലാ പ്ലാന്റ്സും നമുക്ക് സെമി കാസ്കേഡോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ഇതിന് സ്യൂട്ടബിൾ ആയുള്ള പ്ലാന്റ്സിലായിരിക്കും ഇതിനെ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പ്ലാന്റ്സിലും നമ്മളത് ശ്രമിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്ലാന്റ് എപ്പോഴും താഴേക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഗ്രോത്ത് എപ്പോഴും പ്രയാസമായിരിക്കും. നോർമലി പ്ലാന്റ്സ് എപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കില്ലേ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ ശ്രമിക്കും. അപ്പം താഴേക്ക് ഗ്രോത്ത് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ എളുപ്പമുള്ള മാർഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ പ്ലാന്റ് ചരിച്ചിട്ട്, അതായത് പോട്ട് നമ്മളിപ്പോൾ ഈ അപ്രൈറ്റ് വെച്ചിരിക്കുന്ന പോട്ട് ഇങ്ങനെ ചരിച്ചോ മറ്റോ വെച്ചിട്ട് ഈ പ്ലാന്റ് കുറച്ചുകൂടെ വളർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഇൻഫോർമലിലേക്ക് ഇങ്ങനെ തിരിച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് വയറിങ് ചെയ്ത് വേണമെങ്കിലും ഇത് താഴേക്ക് കൊണ്ടുപോരാം, എങ്കിലും അതായിരിക്കും കുറച്ചുകൂടെ ഈസി അച്ചീവ് ചെയ്യാനുള്ള പറ്റുന്നത്. അപ്പം ഈ സെമി കാസ്കേഡ് ചെയ്യുമ്പോൾ ഇതിനൊരു ക്രൗണൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പ്ലാന്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ചാണ്. നമ്മൾ ക്രൗൺ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവിടേക്കുള്ള ഗ്രോത്ത് ചിലപ്പോൾ കൂടി വരും. അതായത് മുകളിലേക്ക് ഒരു ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും പ്ലാന്റ്സിനുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇവിടെ ഒരു ഗ്രോത്ത് ചെയ്യുവാണെങ്കിൽ ഈ ഗ്രോത്തിലേക്ക് കൂടുതൽ പ്ലാന്റ് ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസി കാണാനുണ്ട്. ചിലയിടത്തൊക്കെ നന്നായിട്ട് ഈ പ്ലാന്റ് ഒരു ക്രൗണോട് കൂടി സെമി കാസ്കേഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാസ്കേഡ് സ്റ്റൈല് പരിചയപ്പെടാം. സിമിലർ ആണ്, പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസിൽ നമ്മുടെ പോട്ടിനേക്കാളും താഴേക്ക് പ്ലാന്റ് വളർന്നിറങ്ങും. ആ രീതിയിലാണ് നമ്മൾ ഈ പ്ലാന്റിനെ നമുക്ക് വളർത്തിയെടുക്കുന്നത്. അതായത് മിക്കപ്പോഴും ഒന്നെങ്കിൽ ഈ പോട്ട് നല്ല നീളത്തിലുള്ള പോട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലോ മറ്റോ ആയിരിക്കും ഈ പോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ആ ഹൈറ്റ്, അതായത് പ്ലാന്റ് താഴേക്ക് വളരുന്നത് കൂടെ നോക്കിയിട്ട് ആ ഒരു ഹൈറ്റ് അനുസരിച്ച് നമ്മൾ ഈ പോട്ട് ഉയർത്തിയാണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് ഡ്രോയിങ് നോക്കാം. രണ്ടും സിമിലർ ആണ് നമുക്ക്, പക്ഷേ കണ്ടില്ലേ, ഇത് കുറച്ചധികം താഴേക്ക് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. അത്ര തന്നെ വ്യത്യാസം. ഇത് നമ്മൾ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഈ ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത്യാവശ്യം നല്ല പ്രയാസമായിരിക്കും. എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇതിന് സ്യൂട്ടബിൾ അല്ല. ഫ്ലവറിങ് ആയിട്ടുള്ള ചില പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലവർ ചെയ്യുന്ന സീസണിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേപോലത്തെ ബോൺസായി ചെയ്യുന്ന മിക്ക ആൾക്കാരും ഇതേപോലത്തെ കാസ്കേഡ് സ്റ്റൈലിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്ത പ്ലാന്റ്സ് ഉണ്ടാവും. സോ ഇതാണ് കാസ്കേഡ് സ്റ്റൈല്. ഇനി നമുക്ക് സ്ലാൻഡിങ് സ്റ്റൈല് പരിചയപ്പെടാം. സ്ലാൻഡിങ് സ്റ്റൈൽ, അതിൽ നമ്മൾ ഷാലോ പോട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. ഇതിൽ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ് ഒന്ന് സ്ലാൻഡ് ചെയ്തിട്ട്, അതായത് പോട്ടിൻ്റെ സെൻറ്ററിലായിരിക്കില്ല. നമ്മൾ പോട്ട് പ്ലാന്റ് ചെയ്യുന്നത് തന്നെ പോട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് മാറ്റി ഒരു സൈഡിലേക്കായിരിക്കും. എങ്ങോട്ടാണോ സ്ലാൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നമ്മൾ പ്ലാന്റ് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് അങ്ങോട്ടത്തേക്ക് സ്ലാൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ നമ്മളത് ഇങ്ങനെ ആയിരിക്കും പ്ലാന്റ് പ്ലേസ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഇവിടെ മുകളിലൊക്കെ കണ്ടു കാണുന്ന ട്രങ്കിൽ നിന്ന് ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നത് ഓൾമോസ്റ്റ് 90 ഡിഗ്രി അല്ലെങ്കിൽ താഴേക്ക് നിന്ന് വളരുന്നത് പോലെ ആയിരിക്കും നമ്മൾ ബ്രാഞ്ചസ് കൊണ്ടുപോവുക. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ടു ഗ്രൗണ്ട് ലെവലാണ്. അതായത് പ്ലാന്റ് ചരിഞ്ഞാണ് പോകുന്നതെങ്കിലും നമ്മുടെ ബ്രാഞ്ചസ് ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ട് പാരലായിട്ട് ഗ്രോ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യുക.
അപ്പം ഇതാണ് സ്ലാൻഡിങ് സ്റ്റൈല്. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റൈൽ പരിചയപ്പെടാം, അതായത് വിൻഡ് സ്വെപ്റ്റ് സ്റ്റൈല്. നന്നായി കാറ്റടിക്കുന്ന സ്ഥലങ്ങളിൽ പ്ലാന്റ്സ് വളരുന്ന രീതിയാണ് വിൻഡ് സ്വെപ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഈ പ്ലാന്റ് പോട്ടിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്, അതായത് കാറ്റ് ഈ വശത്തു നിന്നാണ് അടിക്കുന്നതെന്ന് വയ്ക്കുക. അപ്പം നമ്മുടെ പ്ലാന്റ് ആ ഡയറക്ഷനിലേക്ക് ചരിഞ്ഞാണ് വളരുന്നതെന്ന് വിചാരിക്കുക. അതേപോലെ വരുന്ന ബ്രാഞ്ചസ് എല്ലാം ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഉണ്ടാവുക. ഈവൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുന്ന ബ്രാഞ്ചസ് പോലും, അതായത് ഇവിടെ നിന്ന് ഒരു ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ബ്രാഞ്ചും അങ്ങോട്ടത്തേക്ക് വളഞ്ഞിട്ട് ആയിരിക്കും ഈ കാറ്റ് കാരണം അങ്ങോട്ടത്തേക്ക് പോകുന്നത് പോലെ. ഈ രീതിയിൽ നമുക്ക് പ്ലാന്റ് വളർത്തിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം മുന്നേ പറഞ്ഞതുപോലെ കാസ്കേഡും സെമി കാസ്കേഡ് പോലെ തന്നെ പ്ലാന്റിൻ്റെ നോർമൽ വളരാനുള്ള ഒരു താല്പര്യം സൺലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടോ ആ ഒരു രീതിയിലായിരിക്കും പ്ലാന്റ് വളരാൻ ശ്രമിക്കുക. നമ്മൾ എത്ര ഇത് സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ വയർ ചെയ്ത് വിട്ടാലും ഈ പ്ലാന്റ് പിന്നീടും മുകളിലേക്ക് വളരാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പം ഇത് ശരിക്കും ഇങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് വളർത്തണമെങ്കിൽ ഒരു ഷെയ്ഡിൻ്റെ ഒരു സൈഡ് കവേർഡ് ആയിട്ടിരിക്കുന്ന ഒരു പോർഷനോ അങ്ങനെ എന്തെങ്കിലും, അതായത് ഈ പ്ലാന്റിൻ്റെ ഈ പോർഷനിൽ തീരെ സൺലൈറ്റ് കിട്ടാത്ത ഒരു രീതിയിൽ വെക്കുകയോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ ഒരു ടെൻഡൻസി ആ സൈഡിലേക്ക് വളരാനുണ്ടാവും. പ്ലസ് നമ്മൾ റെഗുലർലി വയർ ചെയ്ത് ഷേപ്പ് ചെയ്ത് ആ ഒരു ആംഗിളിലേക്ക് പ്ലാന്റ് കൊണ്ടുപോകാൻ വേണം. എങ്കിൽ മാത്രമേ നമുക്കിത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ അതാണ് വിൻഡ് സ്വെപ്റ്റ് സ്റ്റൈല്. ഇനി നമുക്ക് ബ്രൂം സ്റ്റൈല് പരിചയപ്പെടാം. നോക്കാം എങ്ങനെയാണ് ബ്രൂം സ്റ്റൈൽ എന്നുള്ളത്. പ്ലാന്റ് നമ്മുടെ പോട്ട് ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പം ഒരു പ്ലാന്റ് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ അതിൻ്റെ ബ്രാഞ്ച് ഫോർമേഷൻസിന് വേണ്ടി നമ്മൾ ഇതിനെ ഇവിടെ ഡിവിഷൻസ് കൊണ്ടുവരുന്നു. അതായത് പ്ലാന്റ് 2-3 മെയിൻ ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നു. അവിടെ നിന്ന് സബ് ബ്രാഞ്ചസ് ഫോം ആവുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ട് ഈ ബ്രാഞ്ചസിനെ എല്ലാം കവർ ചെയ്യുന്നത് പോലെ പ്ലാന്റിനെ ഫോം ചെയ്തെടുക്കുന്നു. ഒരു അംബ്രല്ല സ്റ്റൈലിൽ എന്നൊക്കെ നമുക്ക് പറയുന്നത് പോലെ. ഇത് അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൈലാണ്. നല്ല കനോപ്പിയൊക്കെ ഫോം ചെയ്യുന്ന ഏതൊരു പ്ലാന്റിനും, അതായത് നമ്മുടെ ബനിയൻ ട്രീ ഒക്കെ, ആൽമരങ്ങൾ ഒക്കെ ഈ ഒരു ഷേപ്പിലായിരിക്കും നോർമലി തന്നെ നമുക്ക് വളർന്നു കിട്ടുക. അപ്പം അതെല്ലാം സ്യൂട്ടബിൾ ആണ് ഈ ഒരു സ്റ്റൈലിന്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റൈല് നോക്കാം. അടുത്ത സ്റ്റൈല് ലിറ്ററാറ്റീവ് സ്റ്റൈലാണ്. വളരെ ലിറ്ററേറ്റീവ് സ്റ്റൈലിൽ നോർമലി പ്ലാന്റ്സ് ലീൻ ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ ബ്രാഞ്ച് ഫോർമേഷൻ അങ്ങനെ ഇന്ന ഡയറക്ഷനിൽ ഇന്ന രീതിയിൽ വരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ധർമ്മം അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ വളർത്തിയെടുക്കുന്ന ആളെ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇതിന് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ള രീതിയിലൊന്നുമില്ല. ഇവിടെ ഒരു പക്ഷേ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ പിന്നീട് ഒരു പക്ഷേ നമുക്ക് ഇവിടെ ഇത്രയും ദൂരത്തിലൊക്കെ ആയിരിക്കും ഒരു ബ്രാഞ്ച് ഉണ്ടാവുക. അപ്പം അങ്ങനെ വളരെ കുറച്ച് ബ്രാഞ്ചസും ലീവ്സും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്റ്റൈലിനെയാണ് ലിറ്ററേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മളുടെ ഇപ്പം ഇങ്ങനെ ഒരു ആംഗിളിൽ വേണമെന്നോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊരു നിബന്ധനയുമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ അത് ആ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് ലിറ്ററേറ്റീവ് സ്റ്റൈല്. അടുത്ത നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് റൂട്ട് ഓവർ ദ റോക്കാണ്.
അതായത് പാറയമേൽ പിടിച്ചു നിൽക്കുന്ന പ്ലാന്റിനെ പോലെ നമ്മൾ പ്ലാന്റിനെ വളർത്തിയെടുക്കുന്നത് റൂട്ട് ഓവർ റോക്ക്. അപ്പോൾ ഇതിന് പലരും പല രീതിയിൽ പോട്ട്സ് ഉണ്ടാക്കും. കുറേ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പല പോട്ട്സ് സിമെൻറ്റിലും അല്ലാണ്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ചെയ്യുന്ന പല രീതികൾ കണ്ടിട്ടുണ്ട്. ബേസിക്കായിട്ട് ഇത്രേ ഉള്ളൂ. നമ്മളൊരു റോക്കിൻ്റെ മുകളിൽ പ്ലാന്റ് ചെയ്യുന്നു ചെടിയെ, അതിൽ വളർത്തിയെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ജനറിക്കായിട്ടൊരു റോക്ക് അങ്ങ് വരയ്ക്കാൻ ശ്രമിക്കുവാണ്. റോക്ക് സെലക്ട് ചെയ്യുന്നതും പ്ലാന്റും, അതായത് ഈ പ്ലാന്റ് ഈ റോക്കുമായിട്ട് സിങ്ക് ആവുന്നതായിട്ടുള്ള പ്ലാന്റ് വേണം ആ റോക്കിൽ പിടിപ്പിച്ചെടുക്കാൻ. അതായത് ഇപ്പം നമുക്ക് ഏച്ച് വെച്ചതുപോലെ ഇരിക്കരുത്. ഈ റോക്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു പ്ലാന്റ് വെച്ചാൽ ഒരിക്കലും, അതായത് ഏറ്റവും മുകളിലായിട്ടൊരു പ്ലാന്റ് വെച്ചാൽ അത് കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു പ്ലാന്റ് കിളിച്ച് നിൽക്കുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് തന്നെ കുറച്ച് കറക്റ്റായിട്ട് നോക്കി. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഗ്രിപ്പ് കിട്ടുന്ന ഒരു പ്ലാന്റ് നിന്നാൽ ഒരു ഗ്രിപ്പ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു പ്ലാന്റിനെ നമ്മൾ പ്ലേസ് ചെയ്താൽ പ്ലാന്റ് അവിടെ നിൽക്കുമെന്ന് ആൾക്കാർക്ക് ആ ഒരു മേക്ക് ബിലീഫ് ആണല്ലോ ഇങ്ങനെ നമ്മൾ പ്ലാന്റ് വെക്കുമ്പോൾ തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്ലാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റിനെയാണ് ഇവിടെ വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പ്ലാന്റിനെ ഇവിടെ പ്ലേസ് ചെയ്തു. അതിൻ്റെ 2 ബ്രാഞ്ചസ് ഇവിടെ വരച്ച് കാണിക്കുകയാണ്. പ്ലാന്റ് ഇങ്ങനെ വളർന്ന് ഇവിടെ ഒരു കാനോപ്പിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതിനെ നമ്മളൊരു റോക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഈ റോക്കിൻ്റെ മുകളിൽ പ്ലാന്റ് നിൽക്കുവാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വേരുകൾ കറക്റ്റായിട്ട് ഇവിടെ ഇപ്പം ഒരു റോക്കിന് കുറേ ഗ്രൂവ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, കുറേ വെട്ടുകളോ ചാഴ്ചകളോ ഒക്കെ, അതിൽ നിന്നൂടെ ഊർന്നിറങ്ങി താഴേക്ക് പോയി വളം വലിച്ചെടുക്കാൻ വേണ്ടി റൂട്ട്സ് പോകുന്നത് പോലെ തോന്നണം. അതായത് ആ റൂട്ട്സ് കറക്റ്റായിട്ട് നമുക്ക് ഇതുമായിട്ട് മേർജ് ചെയ്ത് കല്ലിന്മേൽ നിൽക്കുന്നതായിട്ട് കറക്റ്റായിട്ട് വരണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാന്റിനെ പ്ലേസ് ചെയ്യുക, വളർത്തിയെടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് റൂട്ട് ഓവർ ദ റോക്ക് സ്റ്റൈല്. ഇനി അടുത്തൊരു സ്റ്റൈലാണ് ട്വിൻ ട്രങ്ക്. അതായത് 2 ട്രങ്കോട് കൂടിയ ഒരു പ്ലാന്റ്. ട്വിൻ ട്രങ്ക് എങ്ങനെയാണെന്ന് നോക്കാം. ട്വിൻ ട്രങ്ക്. സോ ഇത് നമ്മുടെ പോട്ട്, ഷാലോ പോട്ട്, ഒരേ ബേസിൽ നിന്ന് 2 പ്ലാന്റായിട്ട് വളർന്നു വരുന്നു. ഇതിപ്പോൾ ഒരു പ്ലാന്റ്, ഒരു ട്രീ ആയിട്ട് വളർന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഇത് നമുക്ക് താഴേക്ക് വരുമ്പോൾ മറ്റൊരു ബ്രാഞ്ചും ഇതിൽ നിന്ന് തന്നെ ഉണ്ട്. ബ്രാഞ്ച് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഒരു മദർ ആൻഡ് ചൈൽഡ് കോൺസെപ്റ്റാണ് ശരിക്കും ഇവിടെ വരുന്നത്. അതായത് ഒരു പ്ലാന്റ് വലുതും മറ്റൊരു പ്ലാന്റ് ചെറുതും, പക്ഷെ അവർ രണ്ടുപേരും ഒരേ ട്രങ്ക് ബേസിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ഇങ്ങനെ ഒരേ ട്രങ്ക് ബേസിൽ നിന്നായിട്ട് 2 ട്രങ്ക് ക്രിയേറ്റ് ആവുകയാണ്. ഇവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാഞ്ചസ് വരുമ്പോൾ 2 പ്ലാന്റിൻ്റെയും ബ്രാഞ്ചസ് പുറത്തേക്ക് വരുന്നത് പോലെ ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ഇടയിൽ വരുന്ന ബ്രാഞ്ചസ് ക്രോസിങ് ബ്രാഞ്ചസ് ആയിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഇടയിൽ അങ്ങനെ ബ്രാഞ്ചസ് അധികം നിർത്താറില്ല. എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എസ്തെറ്റിക് ഫീല് കിട്ടുള്ളൂ. സോ ബ്രാഞ്ചസ് ഞാനൊന്ന് വരച്ച് കാണിക്കാം. സോ ഫൈനലി നമ്മുടെ പ്ലാന്റ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതായത് ഇതിൻ്റെ മിഡിലുള്ള ബ്രാഞ്ചസ് ഒന്നോ മറ്റോ, അതും ചെറുതായിട്ടുള്ള ഒരു ബ്രാഞ്ചേ നമ്മൾ നിർത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സൈഡ് വൈസ് ഇൻ ടോട്ടലി ഒരു ട്രയാങ്കുലർ ഷേപ്പിലേക്ക് തന്നെ ആ പ്ലാന്റ് വളരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഒരു ട്രങ്ക്, ഒരു മെയിൻ ട്രങ്കും ഒരെണ്ണം ചെറിയ ഒരു ചൈൽഡ് എന്ന നിലയിൽ ചെറിയൊരു ട്രങ്കുമായിരിക്കും. അതാണ് ട്വിൻ ട്രങ്ക്. അടുത്തൊരു സ്റ്റൈല് നോക്കാം, എക്സ്പോസ്ഡ് റൂട്ട് സ്റ്റൈല്. അതായത് റൂട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും. പോട്ട് ഇതാണ് എന്ന് വിചാരിക്കുക. ഈ പോട്ടിൽ നിന്ന് പ്ലാന്റ് ഉയർന്നു നിൽക്കും എപ്പോഴും.
മതിലിൻ്റെ മുകളിലൊക്കെ ചില ആലുകൾ കിളിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ അതിൻ്റെ റൂട്ട് മാത്രമായിരിക്കും താഴേക്ക് പോയിട്ടുണ്ടാവുക. പ്ലാന്റ് പക്ഷേ അവിടെ നിന്ന് മുകളിലേക്ക് വളർന്നിട്ട് അവിടെ നിന്നായിരിക്കും അതിൻ്റെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. അതാണ് എക്സ്പോസ്ഡ് റൂട്ട്. സോ ഞാൻ വരച്ചത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ എക്സ്പോസ്ഡ് റൂട്ട് സ്റ്റൈല്. ഇനി വരുന്ന സ്റ്റൈൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റൈലാണ്. അത് റാഫ്റ്റ് സ്റ്റൈൽ എന്ന് പറയും. അതായത് വീണ് കിടക്കുന്ന ഒരു മരത്തിൽ നിന്ന് പല മരങ്ങളായിട്ട് അതിൻ്റെ മുകളിൽ നിന്നൊരു ഗ്രോത്ത് വരുന്നതിനാണ് റാഫ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ മരം ഇവിടെ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇതാണ് മെയിൻ ട്രങ്ക്. നമ്മുടെ മെയിൻ ട്രങ്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അതിൽ നിന്ന് പല ട്രീസ് വളർന്ന് മുകളിലേക്ക്, അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം, മുകളിലേക്ക് പോകുന്ന ട്രീസായിട്ട് അടുത്ത ഒരു ട്രീ പോലെ ആയിരിക്കും ഈ ഗ്രോത്തുകളെല്ലാം ഉണ്ടാവുക. ഓരോ പ്ലാന്റിലും ഇതേപോലെ ബ്രാഞ്ചസും അങ്ങനെ ഓരോന്നിനെയും ഒരു ഇൻഡിവിജ്വൽ ട്രീ പോലെ നമുക്ക് കാണാം ഇവിടെ. പക്ഷെ ശരിക്കും അത് ഈ വീണ് കിടക്കുന്ന ട്രീയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ബ്രാഞ്ചസ് മാത്രമാണ് ശരിക്കും. എങ്കിലും അത് ഇൻഡിവിജ്വൽ ട്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്ലാന്റിങ് നോക്കാം. ഇതിൽ നമ്മൾ അതായത് ഒന്നിലധികം പ്ലാന്റ്സ് കാട്ടിൽ നിൽക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്നതാണ്. അതിന് വളരെ ഷാലോ ആയിട്ട് നീണ്ട പോട്ടാണ് നമ്മൾ എടുക്കുക. അപ്പം അങ്ങനെ നല്ല നീളമുള്ളൊരു പോട്ടിൽ ആണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതേപോലെ നമ്മൾ മണ്ണിടുമ്പം കുറച്ച് ഏറ്റവും ഒരു ചെറിയ കുന്ന് പോലെ അങ്ങനെയൊക്കെ 1-2 ഹൈറ്റുകളിലായിട്ട് മണ്ണ് നിറച്ച ശേഷം അതിൽ നമ്മൾ പ്ലാന്റ്സ് ഗ്രൂപ്പായിട്ട് പ്ലാന്റ് ചെയ്യുന്നു. സ്റ്റൈല് നോക്കാം. ഇങ്ങനെ പ്ലാന്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പ്ലാന്റ്സ് ഇറക്കിയും കയറ്റിയും ഒക്കെയാണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ഫ്രണ്ടിലേക്ക് കയറ്റിയായിരിക്കും നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. എന്നാലേ അതിൻ്റെ ഒരു 3D ഫീല് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മൾ പ്ലാന്റ് ചെയ്ത് വരുമ്പോൾ. ഇതിൽ കുറച്ച് റോക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. നമ്മൾ പ്ലാന്റ് ഇത് ഫോറസ്റ്റിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു ഫീല് കൊണ്ടുവരാൻ പറ്റും. താഴെ അധികം ബ്രാഞ്ചസ് നമ്മൾ നിർത്തില്ല. താഴെ നിന്ന് നമ്മൾ ബ്രാഞ്ച് ഫോർമേഷൻ ചെയ്താൽ അതിൻ്റെ മെയിൻ ട്രങ്ക് അത്ര വിസിബിൾ ആയിരിക്കില്ല. താഴത്തെ ബ്രാഞ്ചസ് നിർത്താതിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡീപ്നെസ് ഫീൽ ചെയ്യുള്ളൂ, ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു തിക്നെസ് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ താഴെ അത്ര ഒരു 1/3 നോർമലി എല്ലാ ബ്രാഞ്ച് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ കേസിൽ നമ്മൾ കുറച്ചുകൂടെ ഉയർത്തിയായിരിക്കും ഫസ്റ്റ് ബ്രാഞ്ചസ് വരിക. ഇതുകൂടെ ഞാൻ ഫിനിഷ് ചെയ്ത് കാണിക്കാം. ഈ സൈഡും കൂടെ അതാണ് ഫോറസ്റ്റ് സ്റ്റൈല് ഗ്രൂപ്പ് എന്നും പറയാം. സോ ഇതാണ് ബേസിക്കലി ഉള്ള മെയിൻ സ്റ്റൈൽസ്. ഏകദേശം 13 സ്റ്റൈൽസ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.